ശ്രീകൃഷ്ണൻ കുട്ടിക്കാലത്ത് വല്ലാതെ വികൃതി കാണിച്ചു. ചില കുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക പ്രായത്തിലൊക്കെ കാണുമ്പോൾ കാണുന്നവർക്കൊക്കെ ആ കുട്ടിയുടെ നടപ്പും ഇരിപ്പും ചിരിയൊക്കെ ആനന്ദം തരും. ഈ സമയത്താണ് ഭയങ്കരമായിട്ടുള്ള വികൃതി കാണിക്കുക. വികൃതി എന്നുകൊണ്ടൊന്നും ഇല്ലാട്ടോ, വിശേഷണയുള്ള ഒരു ക്രിയയാണ്, ഒരു കർത്തവ്യം, കർമ്മനാണ്. അത് ഒരു വിശേഷണയായതുകൊണ്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. വികൃതിയല്ല. കൃഷ്ണൻ വികൃതി കാണിച്ചിട്ടേ ഇല്ല ശരിക്കും. കൃഷ്ണന്റെ ഓരോ വികൃതിയുടെ പിന്നിലും വലിയൊരർത്ഥമുണ്ട്. അങ്ങനൊരു അർത്ഥമുള്ള വികൃതി നമുക്കൊക്കെ കാണിക്കാൻ പറ്റിയാൽ കാണിക്കാം. അതൊരു അർത്ഥം ഉണ്ടാവും. നാരായണത്ത് ഭ്രാന്തൻ പാറ കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് താഴോട്ട് ഇട്ടു എന്നുള്ളതിൽ ഫിലോസഫിക്കലായ ഒരു അർത്ഥം വന്നപ്പോ എല്ലാവരും നാരായണത്ത് ഭ്രാന്തൻ എന്ന് വിളിക്കും. ഞാൻ വിളിക്കുക നാരായണത്ത് ജ്ഞാനി എന്ന്. എന്റെ ജന്മസ്ഥലമായുള്ള പട്ടാമ്പിയുടെ അടുത്ത് രായിരനല്ലൂർ മലയുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ പ്രതിമയൊക്കെ ഉണ്ട്. ഈ വികൃതി സഹിക്കാൻ വയ്യാതെ യശോദയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സാധനങ്ങൾ നശിപ്പിക്കും, ഓരോന്നെടുത്ത് എറിയും, അവസാനം വെണ്ണ എടുത്തിട്ട് കട്ട് ചെയ്യുന്നു. അതിന്റെ മാക്സിമം എത്തിയാൽ പിടിച്ചാൽ കിട്ടണില്ല. നിവർത്തിയില്ല. ഇനി അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. കൃഷ്ണനെ കെട്ടിയിട്ടലാന്ന് വിചാരിച്ചു. ഈ കഥയുടെ പേരിന് ഉലൂഹല ബന്ധനമെന്നാണ്. അരയിൽ കയറ് കെട്ടുക, ഒരലുമ പിടിച്ച് കെട്ടുക, ഇതാണ് നിശ്ചയിച്ചത്. ഒരു കയറെടുത്തു, ഒരറ്റം ഒരലുമ കെട്ടി. കൃഷ്ണന്റെ മേല് കെട്ടണമെങ്കിൽ കയറിന് കുറച്ച് നീളം കുറവ്. ആ കയറ് മാറ്റി അതിനേക്കാൾ വലിയ കയറെടുത്തു, 1 ഇഞ്ച് നീളം കുറവ്. അന്നത്തെ ഗ്രാമീണ ജീവിതമാകുമ്പോൾ ഇഷ്ടംപോലെ കയറ് കിട്ടാണ്ടാവും. ധാരാളം കയറുകൾ എടുത്തു. ഒരു കയറുകൊണ്ടും കെട്ടാൻ പറ്റുന്നില്ല. വളരെ വലിയ കയറെടുത്തു, 1 ഇഞ്ചിന്റെ നീളക്കുറവാണ്. കഥങ്ങനെ കവികൾ ചമൽക്കാരത്തിൽ പറയും. കാരണം ആശയത്തിന് പ്രാധാന്യം. തൊട്ട വീട്ടുകാരോട് വരെ കുറച്ച് കയറ് തരാനുണ്ടോ, ഇവനെന്ന് കെട്ടിയിടണം എന്ന് ചോദിച്ചു. അവര് കയറൊക്കെ കൊടുത്തു എന്നൊക്കെ കഥയുണ്ട്. ഏത് കയറെടുത്താലും, ലോകത്തെ ഏറ്റവും നീളം കൂടിയ കയറെടുത്താലും കെട്ടി വരുമ്പോ കെട്ടിടാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചിന്റെ കുറവാണ്. ഒടുവിൽ ദേഷ്യം വന്നു. കൃഷ്ണൻ പറഞ്ഞു, ഇനി കെട്ടിയിട്ടോളൂ എന്ന്. കൃഷ്ണൻ ഒന്ന് ചേർന്ന് നിന്നപ്പോ ആദ്യത്തെ കയറുകൊണ്ടെന്നെ കെട്ടിയിടാൻ പറ്റും. അങ്ങോട്ട് യശോദ പോയപ്പോ ഇതും വലിച്ച് ഈ ഒരലും വലിച്ചു പോയപ്പോ 2 വൃക്ഷങ്ങൾ നിൽക്കുന്നു. ആ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ ഈ ഒരലുമായിട്ട് അങ്ങോട്ട് കുട്ടി ഓടിയപ്പോ വൃക്ഷങ്ങൾ താഴെ പതിച്ചു. ആ വൃക്ഷങ്ങൾക്ക് ശാപമോക്ഷം കിട്ടി. നളകുബേരന്മാരായിരുന്നു, കുബേരന്റെ മക്കളായിരുന്നു. അവരനുഗ്രഹം നേടി പോയി. സാധാരണഗതിയിൽ ഈ കഥ പറയുമ്പോൾ ഇത്രയും വലിയൊരു അർത്ഥം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവില്ല. കുബേരന്റെ മക്കൾ ചെയ്ത തെറ്റെന്താ അറിയും? പുഴയിലെ വെള്ളത്തിലിറങ്ങി നഗ്നരായി നിന്ന് കുളിച്ചു. അതിപ്പോഴും ആവർത്തിക്കുന്നുണ്ട്.
കണ്ടമാനം സമ്പത്തുണ്ടെങ്കിൽ എന്തും ചെയ്യില്ലേ? നമ്മൾ ചുറ്റും കാണുന്ന ഓരോ ദിവസത്തെ വാർത്ത കേൾക്കും, ഒരാൾക്ക് കോടാനകോടി സമ്പത്ത്, അയാളൊക്കെ അറിയില്ല എത്ര സമ്പത്ത് എന്ന്. അയാൾ പിന്നെ ഒരാളെ പേടിക്കും. അവർക്ക് പിന്നെ നാണവും മാനവും ഉണ്ട്. പെരുമാറ്റത്തിൽ നാണവും മാനവും ഉണ്ടാവുമോ? വർത്തമാനത്തിലോ നാണവും മാനവും ഉണ്ടാവുമോ? അവര് കുബേരന്റെ മക്കളല്ലേ. ആരാണ് അവരെ ശിക്ഷിക്കുക? അതിന് കിട്ടിയ ശിക്ഷയാണ് മരമായി പോകട്ടെ എന്ന്. ആ ശാപമോക്ഷമാണ് ഒരു കാലത്ത് കൃഷ്ണൻ വന്ന് നിങ്ങളെ സ്പർശിക്കുമ്പോൾ വീണ്ടും പഴയ ജന്മം കിട്ടും. നീർമരുത് വൃക്ഷങ്ങൾ ആണ്. നീർമരുത് വൃക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണ വൃക്ഷമല്ല. വേണമെങ്കിൽ ഒരു മാവ് എന്നോ വേറൊരു വൃക്ഷം എന്ന് പറയാൻ കാരണം ഭൂമിക്ക് പല അടരുകൾ ഉണ്ട്. പർവ്വത ഭാഗങ്ങൾ ഓരോ സ്ഥലത്തും ഭൂമിയിൽ. അത് വലിയൊരു വിഷയമാണ് പഠിക്കേണ്ടത്. ഒരു പക്ഷേ നമ്മുടെ പാഠപുസ്തകത്തിലൊന്നും ഉണ്ടാവില്ല. നീലക്കുറിഞ്ഞിയാണ് ആകാശതത്വത്തിനെ ബേസ് ചെയ്താണ് പർവ്വതപ്രസ്ഥ, നീലക്കുറിഞ്ഞി, മുല്ല, അങ്ങനെ പലതും വന്ന് ജലതത്വമാണ് നീർമരുത്. അതിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ വേവ് ലെങ്തിനെ ഒന്ന് മാറ്റിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കല. വിഷയം അത് അല്ല. എന്താ ഈ കയറ് കൊണ്ട് കെട്ടാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട്? നമ്മുടെ മുഴുവൻ ജീവിതം അതിലുണ്ട്. എന്തൊക്കെ നമ്മൾ നേടിയിരുന്നാലും 100% സന്തോഷം ഉണ്ടാവില്ല. ഒരു ഇഞ്ചിന്റെ കുറവ്. മക്കളില്ലാതെ 12 കൊല്ലം ട്രീറ്റ് ചെയ്തു, കുട്ടി ജനിച്ചു, സന്തോഷമില്ലേ? സന്തോഷമില്ല വെച്ചിട്ടുണ്ട് 100% ഉണ്ടാവില്ല. ഇനിയിപ്പോ കുട്ടിയല്ലേ ആയിട്ടുള്ളൂ, നീ വലുതാവണ്ട, എന്താവുന്നറിയാം, എത്ര ആയുസ് കൊടുക്കുന്നറിയാം. ഒരു ഇഞ്ച് കുറവ്. വളരെ ആരോഗ്യവാനാണ്, പരിശോധന ഒരു സൂക്കടുമില്ല, സന്തോഷമില്ലേ? ഒരു ലേശം കുറവ്. എന്താ? ഇതിനേക്കാൾ ആരോഗ്യവാനായിരുന്നു. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ കൊല്ലം അവാർഡ് കിട്ടിയ ഇന്ന ആള് പെട്ടെന്ന് കുറഞ്ഞു കൂടി മരിച്ചില്ലേ? അതാലോചിക്കുമ്പോ സന്തോഷമുണ്ടോ? അല്ല, ഇത്ര ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്നില്ലേ? അതിപ്പോ ഇൻകം ടാക്സ് എത്ര കൊടുക്കണം എന്നാ വിചാരം? ഇൻകം ടാക്സിൽ ഒരു കൃത്രിമം കാണിക്കാൻ പറ്റില്ല, എത്ര ശമ്പളം വാങ്ങുന്ന. എന്ത് നേടിക്കോളൂ, വലിയ സ്ഥാനത്തെത്തി, സന്തോഷമുണ്ടോ? ചിന്ത ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും, നിലനിൽക്കാൻ പറ്റും? എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട്. ആരുടെ കാര്യം എടുക്കൂ, ഒരു വർഷം കോടിക്കണക്കിന് റുപ്യ വരുമാനമുള്ളവർക്ക് തന്നെ സന്തോഷിച്ചിരിക്കുകയെന്ന വിചാരം. കോടിക്കണക്കിലാ വരുമാനം. പ്രഷറിന്റെ ഗുളിക കഴിക്കുക. എന്താ പ്രഷർ വരാൻ കാരണം? പ്രഷർ വരാൻ കാരണം മനസ്സിന്റെ ആങ്സൈറ്റി തന്നെ. ഇപ്പൊ സുഖല്ലേ? ഒരു ഇഞ്ച് കുറവ്. ഏത് കയറെടുത്ത് കെട്ടാൻ നോക്കിയപ്പോഴും കുറച്ച്. നമ്മൾ കണ്ടില്ലേ, നടന്നു പോകുമ്പോ ആ വീട് ബംഗ്ലാവ് ഇന്ന ആളിലാണെന്ന് കൊണ്ട് അയാളെ പറ്റിയിട്ട് നമ്മളങ്ങോട്ട് പ്രശംസിക്കും. ഇത്ര വരുമാനമുള്ള ആളാണ്, ഇത്ര വലിയ പ്രമാണിയാണ്, ഇങ്ങനത്തെ 15 വീട് അയാൾക്കുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വരിയുണ്ട്, എന്തുണ്ടായിട്ടെന്താ, അയാൾക്ക് മനസമാധാനം എന്നൊരു സാധനമില്ല. നമ്മൾ തന്നെ പറയും. എന്നാൽ അതുണ്ടാവാൻ കൃഷ്ണൻ അങ്ങോട്ട് ചേർന്നു നിന്നു. അമ്മ കെട്ടിക്കോള് പറഞ്ഞു. അപ്പ പ്രശ്നം കഴിഞ്ഞു, കെട്ടാൻ കഴിഞ്ഞു. കൃഷ്ണൻ കെട്ടിയ ഉടനെ ചേർന്നു. എപ്പോ യൂണിവേഴ്സൽ ട്രൂത്ത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നുവോ
അത് 10% ആവും. അതിനെ നമ്മൾ വിസ്മരിച്ചു പോകും. വലിയ വലിയ കയറാ കൊടുന്നു. ആ വലിയ കയറ് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കുട്ടിയെ കെട്ടിയിട്ട് അത്ര വലിയ കയറോ, നോക്കുമ്പോ എന്താ ഇളക്കം. ഒരു ചെറിയ സംഭവത്തിന്റെ ഇന്ന് ധന്യമി ദിനത്തിൽ ഒരു ലേശം ഞാൻ വിവരിച്ചുള്ളൂ. ഇതിന്റെ തന്നെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് എപ്പോഴെങ്കിലും ഞാൻ പറയും. നളഗോപരന്മാരും നീർമരുത് വൃക്ഷത്തെ പറ്റി പിന്നെ എപ്പോഴെങ്കിലും പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പതിവായി കേൾക്കുന്ന ശ്രോതാക്കളോട് നന്ദി പറയുന്നു. നമസ്കാരം.